ഇതാണ് കടം തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. വെറും 1000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ 4555 സ്ക്വയർ ഫീറ്റിന്റെ ഇമ്മാരി സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട്. ഇതൊന്നും കൂടാണ്ട് ഈ 1000 രൂപയ്ക്ക് തന്നെ 58ഓളം സമ്മാനങ്ങൾ. രണ്ടാം സമ്മാനമായിട്ട് ഹുണ്ടായിന്റെ എക്സ്റ്റർ കാറ്, അമ്മാരി അടിപൊളി കാറ്. ഹായ്, വിളണ്ടാളികൾക്കറിയില്ല. ഒന്ന് കാദറിന്റെ വിഷയം എന്താ വെച്ചാൽ, ഇന്നൊരു നാട്ടിലെ കൊലപാതകം നടന്നാൽ നാളെ കാദർ പ്രതിനെയും പിടിക്കും, എല്ലാരെയും പിടിക്കും എന്റെ ചാനലിൽ. അതാണ് കാദർ. മറ്റേത് രാവിലെ വണ്ടിയായിട്ട് ഇറങ്ങും, ഏതെങ്കിലും കുട്ടികൾ വല്ല കുപ്പിയിലോ നല്ല നെല്ലിക്ക മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടോ മോഞ്ഞോ എന്നെ തുടങ്ങിയതാ, അത് മൊയിനും. ഇപ്പോലെ പരിപാടി എന്താ വെച്ചാല്, ഇസ്മായിൽ പറഞ്ഞ ഒരാൾ 1.5 കോടി റുപ്യന്റെ വീടുണ്ടാക്കി, 2 കോടി റുപ്യ കട ഉണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യും. എന്ത് 1000 റുപ്യന്റെ കൂപ്പൺ എടുക്കുക നമ്മള്. എന്നിട്ട് കിട്ടണോന് 1.5 കോടി റുപ്യന്റെ വീട്. ഈ കൂപ്പൺ എത്ര വിൽക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. 5 ലക്ഷം കൂപ്പൺ വിറ്റ ഇസ്മായിലിന് 5 കോടി. ഇസ്മായിലിന്റെ മുടക്ക് എത്ര? 1.5 കോടി റുപ്യന്റെ വീട്. പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ, കാറ്, ബൈക്ക്. ഇതെന്ത് പരിപാടിയാണ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കാത്. അതിനൊക്കെ ബ്ലോഗ് ചെയ്യാൻ കുറെ അലവലാതി ബ്ലോഗർമാരും നാട്ടിൽ ഈ പണ്ടാത്തനോട് കുടുങ്ങിയാണ് ബ്ലോഗർമാരെയും കൊണ്ട്. എല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കണോ? ഞാൻ ഇത് പറയാൻ കാരണം എന്താ പറയുക, ഇസ്മായിലിന് സൂക്കട് എന്തോ ഉണ്ട്. സൂക്കടില്ലാത്തവരും ആരുമില്ല. മെഡിക്കൽ കോളേജിൽ 1 മണിക്കൂർ പോയി നിന്നാൽ മതി, നമ്മളെ കണ്ണു നിറഞ്ഞു പോകും, എല്ലാം നിറഞ്ഞു പോകും. എന്നിട്ട് ഇസ്മായിൽ പറയണ്ടെന്താ വെച്ചാൽ, എനിക്ക് വെറുതെ ഒരാളെ പൈസയും വേണ്ട. അത് ഇസ്മായിൽ എത്തിച്ച് വെറുതെ വാങ്ങണല്ലേ. ഇജ് വലിയൊരു കൊട്ടാരമാത്ത വീടുണ്ടാക്കി അതിൽ താമസിച്ചില്ല ഇസ്മായിലെ. അതൊന്നും ഇല്ലാത്ത റോഡ് സൈഡിൽ തിണ്ണെ കടന്നു എത്ര ആൾക്കാരുണ്ട് ഇസ്മായിലെ. ഇസ്മായിലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 2 ആൾ പോയി ബ്ലോഗ് ചെയ്യുക. വേർപ്പിന്റെ അസുഖം ലെവല്. നക്കാപ്പിച്ച കൈയിട്ട് വാര ജനങ്ങളെ ഊമ്പിക്കുക. അതന്നെ കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം ചൂഷണം ചെയ്യാൻ കഴിയും അത്രത്തോളം അവസരം കിട്ടുമ്പോൾ ആൾക്കാർ ചൂഷണം ചെയ്യുക. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം. 1000 റുപ്യ കൊടുക്കണോളി കൊടുത്തോളൂ. ഇസ്മായിലിന് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി, അല്ല വീടിന് വേണ്ടിയിട്ട് ലോട്ടറി ടിക്കറ്റ് മാറ്റ പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും ആരും നിൽക്കണ്ട. ഇതൊക്കെ എന്താ വെച്ചാൽ, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് മെയിലറ്റ് ഉണ്ടല്ലോ 3-4 മാസം ഉണ്ട്. 5 ലക്ഷം കൂപ്പൺ വിറ്റ പൈസ എത്രയായി? അതിന് ഈ മൊയ്തും കാദറിനും എന്തെങ്കിലും കിട്ടാണ്ടക്കോ? എല്ലാന്ന് ഇങ്ങനെ വെച്ചാൽ കേരളത്തിലെ എല്ലാവർക്കും ലോട്ടറി കച്ചവടം ചെയ്തുകൂടെ? ഓൻ പറയണ്ടേ GST ഒക്കെ അടച്ചിട്ടാണ്. നമുക്കും GST അടച്ചിട്ട് തുടങ്ങിയിട്ട് എങ്ങനെ വെച്ചാൽ സർക്കാരിന്റെ ഒരു നിലപാടില്ല ഇതിനൊന്നും. അപ്പൊ എല്ലാവരും സ്നേഹം മാത്രം.